നമസ്കാരം. ജ്യോതിഷത്തിൽ സംഭവിക്കുന്നതായ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് രാഹുവിൻ്റെ നക്ഷത്രമാറ്റം. നാം വിചാരിക്കുന്നതിനേക്കാൾ ഗുണദോഷ ഫലങ്ങൾ രാഹു നൽകുന്നു എന്നതാണ് വാസ്തവം. പൊതുവെ ദോഷങ്ങൾ നൽകുന്ന ഗ്രഹമായാണ് രാഹുവിനെ പലരും കണക്കാക്കുന്നത്. എന്നാൽ രാഹുവിൻ്റെ ജൂലൈ മാസവുമായി ബന്ധപ്പെട്ട നക്ഷത്രമാറ്റത്തിൻ്റെ കാരണത്താൽ ചില രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. ഈ നക്ഷത്രക്കാരിൽ തീർച്ചയായും ഉയർച്ച വന്നു ചേരും. നിലവിൽ നോക്കുകയാണ് എങ്കിൽ മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിലാണ് രാഹു സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ജൂലൈ 8 മുതൽ തന്നെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതുമാകുന്നു. അതിനാൽ തന്നെ തീർച്ചയായും ചില രാശിക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ തന്നെ വന്നു ചേരും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ അഥവാ രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശി മേടം രാശിയാകുന്നു. മേടം രാശിക്കാർക്ക് രാഹുവിന്റെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പ്രത്യേകിച്ചും ഈ രാശിക്കാരായ വ്യക്തികൾക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും പല കാര്യങ്ങളിലെ ആശയക്കുഴപ്പങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. അർപ്പണബോധത്തോടെയും കഠിനാധ്വാനത്തോടെയും പ്രവർത്തിക്കുവാൻ സാധിക്കും. വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ തീർച്ചയായും സാധിക്കും എന്ന കാര്യവും ഓർക്കുക. പൊതുവെ ഇവർക്ക് അനുകൂലമായ സമയമാകുന്നു. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങളും തൊഴിൽപരമായി അല്ലെങ്കിൽ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഉയർച്ച വന്നു ചേരാവുന്ന ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. വിജയം നിങ്ങൾക്ക് അനുകൂലമായി തീരും. അഥവാ വിജയം നേടുവാൻ സാധിക്കാത്തതായ കാര്യങ്ങളിൽ പോലും വിജയങ്ങൾ നേടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരമാണ് നിങ്ങൾക്ക് വന്നു ചേരുക. ഏതൊരു കാര്യത്തിലും സ്വാധീനം ചെലുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലപ്പോഴും രാഹുവിന്റെ സ്വാധീനം നിങ്ങളെ സമ്പന്നതയിലേക്ക് നയിക്കും എന്ന കാര്യം ഓർക്കുക. അത്തരത്തിൽ അനുകൂലമായ ചില പ്രതീക്ഷകളും അത്തരത്തിൽ ചെയ്യുന്നതിലൂടെ നേട്ടങ്ങളും വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾ വിജയത്തിൽ മതിമറന്ന് നിൽക്കുവാൻ പാടുള്ളതല്ല. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഉറച്ച പ്രവർത്തനമാണ് നിങ്ങൾക്ക് വേണ്ടത്. പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ വിജയങ്ങൾ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുകയും ചെയ്യും. സാമ്പത്തികപരമായ ലാഭങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം ഓർക്കുക. എന്നാൽ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഏതു കാര്യം ചെയ്യുമ്പോഴും വിജയ പ്രതീക്ഷയോടെ മാത്രമേ ചെയ്യുവാൻ പാടൂ. വിദ്യാർത്ഥികൾക്കും അനുകൂലം തന്നെയാണ് സമയം. പ്രധാനമായും ധനപരമായ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് രാശിമാറ്റവുമായി ബന്ധപ്പെട്ട് വന്നു ചേരുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കടകം രാശിയാകുന്നു. കർക്കിടകം രാശിക്കാർക്കും അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. പല കാര്യങ്ങളിലും അനുകൂലമായ ചിന്തകൾ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം തീർക്കാൻ പറ്റാത്തതായ ഏതെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ തീർത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതൊരു കാര്യവും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ജീവിതത്തിൽ പല കാര്യങ്ങളും തലവേദനയായി നിൽക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികപരമായ ഉയർച്ച നേടും. എന്നിരുന്നാൽ പോലും ചെലവുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നിരുന്നാലും നഷ്ടങ്ങൾ സംഭവിക്കണം എന്നില്ല. എന്നാൽ ഈ ചെലവിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ പരിശ്രമങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരാം. വിദ്യാർത്ഥികൾക്കും അനുകൂലം തന്നെയാണ് ഈ സമയം. ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ സമയം അത്തരം ശ്രമങ്ങൾ നടത്തുന്നത് ശുഭകരമായി തന്നെ പരാമർശിക്കാം. മറ്റൊരു രാശി കന്നി രാശിയാകുന്നു. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
ജീവിതത്തിൽ രാഹുവിന്റെ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യം ലഭിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ആരോഗ്യവും വൈകാരികമായ മാറ്റങ്ങളും നിങ്ങൾക്ക് കൂടുതലായ നേട്ടങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. എന്നാൽ ചെറിയ ആശങ്കകൾ മനസ്സിലേക്ക് കടന്നു വരും. എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതൊരു കാര്യത്തിലും അനുകൂലമായ രീതിയിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഏതൊരു കാര്യവും മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നതായ തെറ്റുകൾ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. അത്തരത്തിൽ തിരിച്ചറിവ് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം വെല്ലുവിളികൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങളും വിദ്യാർത്ഥികൾക്ക് ഉയർച്ചയും ജോലി സംബന്ധമായി അനുകൂലമായ കാര്യങ്ങളും പ്രതീക്ഷിക്കാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ പോലും കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാകുന്നു. കുംഭം രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും രാഹുവിന്റെ നക്ഷത്രമാറ്റം മൂലം സംഭവിക്കുന്നു എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവസാനിക്കാറായി, അല്ലെങ്കിൽ അത് തരണം ചെയ്യുവാൻ സമയമാകുന്നു എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കടന്നുവരും. പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നതായ തെറ്റിദ്ധാരണകൾ മറികടക്കുവാനും പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. എന്നാൽ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തുക. ആരോഗ്യ കാര്യത്തിലും അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. കൂടാതെ ഈ സമയം ഏതൊരു കാര്യത്തെയും ഗൗരവതരമായി കണ്ട് പ്രവർത്തിക്കുകയാണ് എങ്കിൽ അതിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. തുടർ പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. നാട്ടിലും വിദേശത്തും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം തീർച്ചയായും പ്രതിസന്ധികൾ അവസാനിക്കുന്നതിനോടൊപ്പം അനുകൂലമായ സമയം വന്നു ചേരും. വിദ്യാഭ്യാസത്തിനും അനുകൂലമാണ് സമയം. എല്ലാ അർത്ഥത്തിലും ജീവിതം മാറി മറിയുന്നതായ സമയം എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. രാഹുവിന്റെ സ്വാധീനം മൂലം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർക്കുക. ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്യുവാൻ പാടുള്ളതല്ല. വന്നു ചേരുന്ന ചെലവുകൾ നിയന്ത്രിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരണം എന്നില്ല.